അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SSC ബാങ്ക് എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ഒരു ചാപ്റ്ററാണ്. സിലബസിൽ തന്നെ എടുത്തു പറയുന്ന 2 ചാപ്റ്ററുള്ള ഒരെണ്ണമാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ എന്ത് സബ്ജക്റ്റും പഠിച്ച് തുടങ്ങുന്നതിന് മുന്നേ അതിലെന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കും. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പഠിച്ച കാര്യം ഓർത്തിരിക്കാനും പഠിച്ച കാര്യം കുറച്ചുകൂടെ ബെറ്ററായിട്ട് റീകളക്ട് ചെയ്തെടുക്കാനും പഠിക്കാനും ഈസിയാകും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കുന്നതിന് മുന്നേ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താ, ബേസിക്കലി അതെന്താണ്, അതിൻ്റെ റൂൾസ് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് പഠിക്കും. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ് എന്നുള്ളത് നോക്കും, അതിൻ്റെ ബേസിക് റൂൾസ് നോക്കും. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് വ്യത്യസ്ത തരം സെൻറ്റൻസുകളിൽ എങ്ങനെ യൂസ് ചെയ്യപ്പെടുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്ന ഒന്ന് അസർട്ടീവ് സെൻറ്റൻസ് ഉണ്ട്, നോർമൽ ഒരു സെൻറ്റൻസ്. അതായത് ഹീ ഈസ് കമ്മിങ്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഐ ആം എൻ ഓണസ്റ്റ് മാൻ, അങ്ങനെയൊക്കെയുള്ള നോർമൽ സെൻറ്റൻസുകൾ നമ്മൾ അസർട്ടീവ് സെൻറ്റൻസസ് എന്ന് പറയും. ഈ അസർട്ടീവ് സെൻറ്റൻസിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ ഉപയോഗിക്കും. ദെൻ അസർട്ടീവ് സെൻറ്റൻസസിലും ജനറലായിട്ടും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ചില വാക്കുകൾ ചില രീതിയിൽ മാറ്റും. ഇവിടെ ഞാനിവിടെ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് അതിനകത്ത് വരുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് പറയുന്നേ ഉള്ളൂ. ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള ഒരു സ്ട്രക്ചർ, സ്കെൽട്ടൻ ഉണ്ടാക്കുക, ആ പ്രൊസീജിയറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് പഠിക്കുകയാണ്. അതിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അസർട്ടീവ് സെൻറ്റൻസ്. അതിനകത്ത് തന്നെ നമ്മൾ ഈ സെൻറ്റൻസിനകത്ത് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ വാക്കുകൾ എങ്ങനെ മാറുന്നു എന്നുള്ള ചേഞ്ചസ് പഠിക്കും. ദെൻ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസാണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസിനകത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ വരുന്നു, ഇത് നമ്മൾ പഠിക്കും. ദെൻ നമ്മൾ പഠിക്കുന്ന ഇമ്പറേറ്റീവ് സെൻറ്റൻസസാണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഇടുക, കമാൻഡ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ വരുന്നു. ദെൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്, സഡൻ ഫീലിങ്സ് കാണിക്കുന്ന സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസിൽ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കും. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് ആണ് പഠിക്കുന്നത്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു ടൈപ്പാണ്. അതിൽ നമ്മൾ ഗുഡ് വിഷസ്, ഒരാൾക്ക് നൽകുന്ന ഗുഡ് വിഷസ് ആണ് നമ്മൾ അതിൽ പറയുന്നത്. അങ്ങനെയുള്ള സെൻറ്റൻസസിൽ എങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് സ്പീച്ച് വരുന്നതെന്ന് നമ്മൾ നോക്കും. ആൻഡ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റൂൾസ് കൂടെ പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ്, അസർട്ടീവ് സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, ഒപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, ദെൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റൂൾസ്. അപ്പം നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് നോക്കാൻ പോകുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ നറേഷൻ അഥവാ റിപ്പോർട്ടഡ് സ്പീച്ച്, ഇതെല്ലാം ഒരു കാര്യത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ 2 തരത്തിൽ ഒരു കാര്യത്തിന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവയാണ് ഡയറക്റ്റായിട്ട് പറയുന്നതും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതും. ഡയറക്റ്റ് ആയിട്ടുള്ള സ്പീച്ചും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്പീച്ചും. നമ്മൾ ഒരാളുടെ അടുത്ത് മുഖത്ത് നോക്കി ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ അതേപോലെ സെൻറ്റൻസ് ആയിട്ട് എഴുതും. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരാൾ പറയുന്ന കാര്യം നറേഷൻ അതേപോലെ പറയുന്നതിനെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും. ഒരാൾ പറഞ്ഞൊരു കാര്യം അയാൾ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് മറ്റൊരാളോട് നമ്മൾ മാറ്റി പറയുമ്പോൾ അതിനെ നറേഷൻ അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഡയറക്റ്റ് സ്പീച്ചുമുണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്. അതിൽ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു വ്യക്തി പറയുന്ന ആക്ച്വൽ വേർഡ്സിനെ നമ്മൾ അതേപോലെ കോട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, നമ്മുടെ വേർഡ്സിൽ അവരുടെ വാക്കുകൾ മാറ്റി റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കേ. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആണ് പഠിക്കുന്നത്. പക്ഷേ ആ ഇമ്പോർട്ടൻറ്റ് റൂൾസ് അല്ല പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ട, മറിച്ച് ആ റൂൾസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നാണ് ഓർത്ത് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു റൂള് പഠിക്കുമ്പോൾ റൂളിൻ്റെ കൂടെ എക്സാമ്പിൾ നമ്മൾ പറയും. ആ എക്സാമ്പിളിന് വേണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ടിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. ഇപ്പോൾ റൂള് പഠിക്കണം, ഡെഫിനറ്റ് ആണ്. പക്ഷേ ആ റൂള് പഠിക്കേണ്ടത് റൂളായിട്ട് കാണാതെ പഠിക്കുകയല്ല,
മറിച്ച് ആ റൂള് അപ്ലൈ ചെയ്യുന്ന എക്സാമ്പിളുകൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം പഠിച്ചു പോകാൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, റാണി സെഡ്. അപ്പോൾ റാണി ഒരു കാര്യം പറഞ്ഞു. എന്താണ് റാണി പറഞ്ഞത്? റാണി പറഞ്ഞ എക്സാക്ട് വേർഡ്സിനെ നമ്മൾ ഇൻവേർട്ടഡ് കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമ കൊടുത്തുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. റാണി എന്ത് പറഞ്ഞു? റാണി തന്നെത്താൻ പറഞ്ഞു, ഐ ആം വെരി ബിസി നൗ. ഞാൻ ആകുന്നു, ഐ ആം എന്താകുന്നു? വെരി ബിസി, വളരെയധികം തിരക്കിലാകുന്നു ഇപ്പോൾ, നൗ എന്ന് റാണി പറഞ്ഞു സ്വന്തം വേർഡ്സിൽ. അത് അതേ കണക്ക് നമ്മൾ റൈറ്റിങ്ങിലാക്കിയതാണ്. റാണി സെഡ് കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് ഐ ആം വെരി ബിസി നൗ. അത് ഒരു ഡയറക്റ്റ് സ്പീച്ച്, ഒരു വ്യക്തി പറഞ്ഞ കാര്യം അതേ കണക്ക് കോട്ട് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച്. അങ്ങനെയുള്ള സെൻസുകളാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കി പറയാം? അതായത് മറ്റൊരാൾ വന്ന് റാണി ഇങ്ങനെ പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എങ്ങനെ? അപ്പോൾ അത് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. റാണി സെഡ് ദാറ്റ് ഷീ വാസ് വെരി ബിസി ദെൻ. റാണി എന്താ പറഞ്ഞത്? അവൾ ബിസിയാണ് ആ സമയത്ത് എന്ന്. അവൾ ആ സമയത്ത് വളരെയധികം ബിസി ആയിരുന്നു എന്ന് അവൾ പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവിടെ കുറച്ച് ചേഞ്ചസ് ആണ് വന്നത്. നോക്കിയാൽ മതി. അവിടെ ആദ്യത്തെ ഒരു മേജർ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇൻവേർട്ടഡ് കോമാസും കോമയും ഇല്ല, അത് ഒഴിവായി. അതവിടെ ഡയറക്റ്റ് സ്പീച്ചിൽ ഇട്ടത് തന്നെ റാണി പറഞ്ഞ കാര്യം അതേ കണക്ക് കോട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ കാര്യം അതേ കണക്ക് കോട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം അതേ കണക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോമയും ഡബിൾ ഇൻവേർട്ടഡ് കോമയും കാണിക്കുന്നത്. കോമ കാണിക്കുന്ന അവിടെ ഒരു പോസ് കൊടുക്കാനാണ്. റാണി പറഞ്ഞ കാര്യം തുടങ്ങുന്നതിന് മുന്നേ ഒരു പോസ് കൊടുക്കാൻ വേണ്ടിയും. ഡബിൾ ഇൻവേർട്ടഡ് കോമ കൊടുക്കുന്നത് അതിനകത്താണ് ആക്ച്വൽ പറഞ്ഞ സെൻറ്റൻസ്, പറഞ്ഞ വേർഡ്സ് അതേ കണക്ക് എഴുതി കാണിക്കുന്നത്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതുമ്പോൾ ഐ എന്ന് അവൾ പറഞ്ഞത് മാറി ഷീ ആയി മാറും. മറ്റൊരു വ്യക്തി വന്ന് പറയുമ്പോൾ റാണി തന്നെത്താൻ ഐ എന്ന് പറഞ്ഞത് മാറി ഷീ ആകും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോണൗണുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ കോമ ഡബിൾ ഇൻവേർട്ട് കോമയിൽ വ്യത്യാസം വന്നു. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, റാണി പറഞ്ഞു സെഡ് എന്ന് പറഞ്ഞതിന് പകരം അവിടെ സെഡ് ദാറ്റ് എന്നായി മാറി. കോമ മാറി ആ സ്ഥാനത്ത് ദാറ്റ് വന്നു. അങ്ങനെ കുറച്ച് ചേഞ്ചസ് കൊടുക്കുമ്പോൾ സെൻറ്റൻസിൽ മീനിങ്ങിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾക്ക് പറയുന്ന കാര്യം വേറൊരു രീതിയിൽ, വ്യത്യസ്തമായ രീതിയിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മുടേതായ വേർഡ്സിൽ. അതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റാണി സെഡ് ദാറ്റ് ഷീ വാസ് വെരി ബിസി ദെൻ. ആ സമയത്ത് അവൾ വളരെയധികം ബിസി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇങ്ങനെ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാങ്ക് എക്സാം ആവട്ടെ, SSC എക്സാം ആവട്ടെ, ഈവൻ PSC എക്സാംസ് ആവട്ടെ, ഡയറക്റ്റ് സ്പീച്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഒരു ഡയറക്റ്റ് സ്പീച്ചിലെ സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കുന്ന ഈ രീതിയിലാണ്. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് റൂള് പ്രകാരം നമ്മൾ തെറ്റാണ്ട് ചെയ്യാനുള്ള എല്ലാ ഷോർട്ട് കട്ടുകളും ടിപ്പുകളും നമ്മൾ ഈ സെഷനിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വന്നപ്പോൾ ഇൻവേർട്ടഡ് കോമാസ് ഒഴിവാക്കി. അതിന് പകരം നമ്മൾ ആ ഇൻവേർട്ട് കോമ പ്രൈമർലി ഉപയോഗിച്ചത് തന്നെ സ്പീക്കറിൻ്റെ, കാര്യം പറഞ്ഞ വ്യക്തിയുടെ വേർഡ്സ് എക്സാക്ട്ലി അങ്ങനെ കോട്ട് ചെയ്യാനായിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരു വ്യക്തിയാണ് ആ സ്പീക്കറിൻ്റെ വേർഡ്സ് പറയുമ്പോൾ ഇൻവേർട്ട് കോമ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമ്മളത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇൻവേർട്ട് കോമാസ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ ബേസിക്കലി എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ, വ്യത്യസ്ത സെൻറ്റൻസ് ടൈപ്പുകളിൽ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ആദ്യത്തെ ടൈപ്പാണ് അസേർട്ടീവ് സെൻറ്റൻസ്. അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സെൻറ്റൻസ്. ഹീ ഈസ് കമ്മിങ്, ഷീ ഈസ് എ ടീച്ചർ നൗ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അങ്ങനെയുള്ള നോർമൽ സെൻറ്റൻസുകളാണ് നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു നോർമൽ സെൻറ്റൻസ് പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു നോർമലായിട്ട് ഒരു കാര്യം കോട്ട് ചെയ്താൽ, സംസാരിച്ചാൽ, അതിനെങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റാമെന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഒപ്പം എല്ലാ സെൻറ്റൻസും ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചേഞ്ചുകളും ഇവയും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഹാൻഡിൽ ചെയ്യും. സോ ദാറ്റ് ഇനി വരുന്ന എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസിലും ഇതേ റൂള് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ നോക്കാം, അസേർട്ടീവ് സെൻറ്റൻസ്. അപ്പോൾ അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഹീ സെഡ്, അവൻ പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞത്? ഡബിൾ ഇൻവേർട്ട് കോമിൽ അവൻ പറഞ്ഞാൽ അതേ കണക്ക് നമ്മൾ കാണിച്ചു. ഐ വർക്ക് ഹാർഡ്, ഞാൻ ഹാർഡായിട്ട് വർക്ക് ചെയ്യും, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ അധികം ഹാർഡ് വർക്ക് ഇടുന്നുണ്ട് എന്നവൻ പറഞ്ഞു. ഹീ സെയ്സ് എന്ന് പറഞ്ഞു. സെഡ് അല്ല ഇവിടെ പറഞ്ഞത്, ഈ സെൻറ്റൻസിൽ ഹീ സെയ്സ് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം സെയിം സെയ്സും തമ്മിലുള്ള ഡിഫറൻസ്, സെയിം സെയ്സും സെഡും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. സെയിം സെയ്സും പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നവയാണ്. സെയിം സെയ്സും പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്.
പറഞ്ഞു എന്നുള്ള വാക്കിന്, പറയുക എന്നുള്ളതിന് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് ഈ കാലഘട്ടത്തിൽ പ്രസൻറ്റ് ടൈം, ഈ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞാൽ അതിനെ സേ എന്നോ സെയ്സ് എന്നോ പറയും. വേറെസ് പറഞ്ഞിരുന്നു, പറഞ്ഞു കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ, പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ നമ്മൾ സെഡ് ഉപയോഗിക്കും. ഓക്കെ, ഈ 3 വാക്കും തമ്മിൽ അർത്ഥത്തിൽ വലിയ കാര്യമായ വ്യത്യാസമില്ല. സെഡ് കഴിഞ്ഞ കാര്യത്തിനെ പറയുന്നു, സെയിം സെയ്സ് ഇപ്പോൾ നടക്കുന്നതിൽ നമ്മൾ പറഞ്ഞു എന്ന് പറയാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് സെയിം സെയ്സും തമ്മിലുള്ള ഡിഫറൻസ്? വലുതായിട്ടുള്ള വ്യത്യാസമില്ല. ഹീയുടെ കൂടെയോ ഷീയുടെ കൂടെയോ ഇറ്റിൻ്റെ കൂടെയോ നമ്മൾ സെയിം ഉപയോഗിക്കും, ദേയുടെ കൂടെ സെയ്സ് ഉപയോഗിക്കും. അല്ല, തെറ്റ്. മറിച്ച് നമുക്കറിയാം ഹീ ഈസ്, ദേ ആർ. ഹീ ഈസ്, ദേ ആർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഹീ ഈസ് കമ്മിങ്, ദേ ആർ കമ്മിങ് എന്ന് പറയും. ഹീ ഈസ് കമ്മിങ് പറയും, അതേ കണക്ക് നമ്മൾ പറയും ദേ ആർ കമ്മിങ് എന്ന് പറയും. എന്താണ് അവിടുത്തെ വ്യത്യാസം? ഹീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള ഒരു ആളിനെയാണ് നമ്മൾ പറയുന്നത്. ഹീയ്, ഷീയ്, ഇറ്റ്, ദേയ്, ദം ഇതിനെയൊക്കെ പ്രോണൗണുകളുടെ സിംഗുലർ ഫോം അഥവാ തേർഡ് പേഴ്സൺ രൂപം എന്ന് വിളിക്കും. പ്രോണൗൺസ് എന്ന് പറഞ്ഞാൽ നാമങ്ങൾക്ക്, നൗൺസിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രോണൗൺസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നു റാം ഈസ് കമ്മിങ്, പിന്നീട് അടുത്തൊരു സെൻറ്റൻസ് പറയുമ്പോൾ റാം ഈസ് കമ്മിങ് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നു റാം ഈസ് എ ഗുഡ് ബോയ്. ദെൻ നമ്മൾ പറയുന്നു റാം ഈസ് കമ്മിങ് ഇൻ എ കാർ. ഓരോ വെട്ടവും റാം റാം എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ആ റാമിനെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഉപയോഗിച്ചതിന് ശേഷം അതിന് പകരം, ആ നൗണിന് പകരം അടുത്ത സെൻറ്റൻസുകളിൽ നമ്മൾ ഹീ ഉപയോഗിക്കും. അതൊരു പ്രോണൗണാണ്. അതേ കണക്കുള്ള മറ്റ് പ്രോണൗണുകളാണ് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഒക്കെ. അപ്പോൾ ഈ പ്രോണൗണുകളെ വ്യക്തികൾക്ക് പകരം ഉപയോഗിക്കുന്ന പ്രോണൗണുകളായതുകൊണ്ട് ഈ പ്രോണൗണുകളെ നമ്മൾ പേഴ്സണൽ പ്രോണൗൺസ് എന്നാണ് വിളിക്കുന്നത്. പേഴ്സണൽ പ്രോണൗൺസ്, പേഴ്സൺസിന് ഉപയോഗിക്കുന്ന പ്രോണൗൺസ്, അവരുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന പ്രോണൗൺസ്, നാമവിശേഷണം എന്നാണ് പ്രോണൗൺസിന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രോണൗൺസിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. പ്രോണൗൺസിനെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും പ്രോണൗൺസിനെ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംസാരിക്കുന്ന വ്യക്തി, സ്പീക്ക് ചെയ്യുന്ന ആൾ, സ്പീക്കറിനെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഐയുമാകാം, വിയുമാകാം, ഞാനുമാകാം, നമ്മളുമാകാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാനുമാകാം, ഐയുമാകാം, നമ്മളുമാകാം. ഐ സിംഗുലറാണ്, ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറും പ്ലൂറലും ഉണ്ട് നൗണുകൾക്ക്. നൗണുകൾക്കും വെർബുകൾക്കും സിംഗുലറും പ്ലൂറലുമുണ്ട്. സിംഗുലറും പ്ലൂറലുമുണ്ട് നൗണുകൾക്ക് മാത്രമല്ല വെർബുകൾക്കും. ഇംഗ്ലീഷ് ഗ്രാമറിൽ നൗണുകൾക്ക് സിംഗുലർ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും സിംഗുലർ ആയിരിക്കും. അതെനിക്ക് പ്ലൂറൽ നൗണുകളുടെ കൂടെ ഉപയോഗിക്കുന്നതിന് പ്ലൂറൽ വെർബ് എന്ന് പറയും. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഐ സിംഗുലറാണ്, ഒരൊറ്റ വ്യക്തിയുള്ളൂ അല്ലേ? ഐ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്യക്തിയുള്ളൂ, അത് ഞാനാണ്. വി നമ്മൾ. അപ്പോൾ സ്പീക്ക് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന് തന്നെ പറയും, അല്ലെങ്കിൽ നമ്മളെന്ന് പറയും. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെ തന്നെ അഭിസംബോധന ചെയ്യുന്നതിനാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ പേഴ്സണൽ പ്രോണൗണുകളുടെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അങ്ങനെ 3 കാറ്റഗറിയാണ് ഉള്ളത്. ആദ്യത്തെ ടൈപ്പ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നറേറ്ററിനെ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അതിൽ ഐയും വിയും വരും. സെക്കൻഡ് പേഴ്സൺ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പേഴ്സണൽ പ്രോണൗൺസിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി, ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ യു എന്നാണ് വിളിക്കുന്നത്, നീ എന്ന് വിളിക്കും. അപ്പോൾ സെക്കൻഡ് പേഴ്സണോട് ഞാൻ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് നീ എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയും. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ നീ എന്ന് പറയുന്ന യു ആണ്. സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ നിങ്ങൾ എന്ന് പറയുന്നതും യു തന്നെയാണ്. സെക്കൻഡ് പേഴ്സൺ സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ഐയും വിയും, ഞാനും നമ്മളും. സെക്കൻഡ് പേഴ്സൺ നീയും നിങ്ങളും. ഓക്കെ, അപ്പോൾ തേർഡ് പേഴ്സൺ ഉണ്ട്. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞാൽ, അവിടെ ഇല്ലാത്ത മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞാൽ, ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് സംസാരിക്കുമ്പോൾ അവിടെ ഇല്ലാത്ത മറ്റൊരു വ്യക്തി, മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ അതിനെയാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ആരെയൊക്കെ കുറിച്ച് പറയാം? അവനെക്കുറിച്ച് പറയാം, ഹീയെക്കുറിച്ച് പറയാം, അവളെക്കുറിച്ച് പറയാം, ഷീയെക്കുറിച്ച് പറയാം, അതിനെക്കുറിച്ച് പറയാം, ഇറ്റിനെക്കുറിച്ച് പറയാം.
ഇത് മൂന്നും ഓരോ വ്യക്തികളേ ഉള്ളൂ. അവൻ, അവൾ, അത്. ദേ എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് പറയുന്നു. അത് ആൺകുട്ടികളുടെ ഗ്രൂപ്പാകാം, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു മിക്സഡ് ഗ്രൂപ്പാകാം, എന്തുമാകാം. ഇനി ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മൃഗങ്ങൾ, അല്ലെങ്കിൽ വസ്തുക്കൾ, അതല്ലെങ്കിൽ കൊച്ചുകുട്ടികളാകാം. അതിനെയാണ് നമ്മൾ ഇറ്റ്, അത് എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികളെ നമുക്ക് ഇറ്റ് എന്ന് യൂസ് ചെയ്യാം പ്രോണൗൺ. ദെൻ നമുക്ക് ജെൻഡർ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഇറ്റ് എന്ന് യൂസ് ചെയ്യാം. ദെൻ നമുക്ക് വസ്തുക്കളെ ഇറ്റെന്ന് പറയാം, മൃഗങ്ങളെയും ഇറ്റെന്ന് പറയാം. ഇനി അത് പ്ലൂറൽ ഒന്നിലധികം ഉണ്ടെങ്കിൽ, അത് മനുഷ്യരായാലും മൃഗങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും എന്താണെങ്കിലും, അതിനെ നമുക്ക് ദേ എന്ന് പറയാം. അപ്പോൾ അതാണ് തേർഡ് പേഴ്സൺ. അപ്പം നമ്മൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞാൽ അതിനെയാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സണിലും സെക്കൻഡ് പേഴ്സണിലും തേർഡ് പേഴ്സണിലും ഒക്കെ സിംഗുലറും പ്ലൂറലും ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ കൂടെ ഉപയോഗിക്കേണ്ട വെർബിൻ്റെ രൂപം മാറും. അർത്ഥം മാറില്ല, രൂപം മാറും. ബെസ്റ്റ് ഉദാഹരണമാണ് ഹീ ഈസ് കമ്മിങ്ങും, അല്ലെങ്കിൽ ഷീ ഈസ് കമ്മിങ്ങും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കമ്മിങ്ങും, ദേ ആർ കമ്മിങ്ങും. ദേയുടെ കൂടെ ആറും ഹീയുടെ കൂടെ ഈസും. ഈസും ആറും ആകുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമറിൽ സബ്ജക്റ്റ് ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ദേ എന്ന് മാറുമ്പോൾ, സബ്ജക്റ്റ് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ രൂപം മാറുമ്പോൾ, ആ രൂപം മാറുമ്പോൾ അതിന് കൂടെ തന്നെ വെർബിൻ്റെയും രൂപം മാറും എന്നൊരു ഗ്രാമർ റൂളുണ്ട്. അത് മലയാളത്തിൽ ഇല്ലാത്ത ഒരു ഗ്രാമർ റൂളാണ്. അപ്പോൾ അതേ കണക്ക് ഈസ് മാറും വെർബുകളാണ്, അതേ കണക്കുള്ള മറ്റ് വെർബുകളാണ് സേ, സെഡ്, വർക്ക്, വോക്ക് ഒക്കെ. അപ്പോൾ ഈ വെർബുകൾക്കും ഇതേ കണക്ക് രൂപവ്യത്യാസം വരും സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ ആണെങ്കിൽ. അപ്പോൾ ആ രൂപവ്യത്യാസങ്ങൾ പറയാൻ വേണ്ടിയാണ് സേ, സെയ്സ് എന്ന്. എല്ലാ വെർബിൻ്റെയും പ്രസൻറ്റ് രൂപത്തിൽ രണ്ട് ഫോമുണ്ട്. അതാണ് സിംഗുലറും പ്ലൂറൽ വേരിയേഷനും. ഫോർ എക്സാമ്പിൾ സേ, സെയ്സ്, walk, walks. ഇതിലൊന്നും അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല. സേ എന്ന് പറഞ്ഞാലും സെയ്സ് എന്ന് പറഞ്ഞാലും പറയുന്നു എന്നാണ് അർത്ഥം. വോക്ക് അല്ലെങ്കിൽ വോക്സ് എന്ന് പറഞ്ഞാലും അർത്ഥം നടക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഹീ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹീയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് സേ, ഹി ഈസ് എന്ന് പറയുന്ന കണക്ക്, ഹീയുടെ കൂടെ സിംഗുലർ ഉപയോഗിച്ച കണക്ക് നമ്മൾ പറയുന്നത് ഹീ സെയ്സ് ആയിരിക്കും, അഥവാ ഹീ വോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഷീ വോക്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. സിംഗുലർ ആണെങ്കിൽ ഈസ് പറഞ്ഞ കണക്ക് സിംഗുലർ വെർബ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതേ കണക്ക് പ്ലൂറൽ ആണെങ്കിൽ, ദേ ആണെങ്കിൽ ദേ സേ ആണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ദേ വോക്ക് ആണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ദേ കം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു വേരിയേഷൻ അവിടെയുണ്ട്. അപ്പോൾ ഒരു വെർബിനെ സംബന്ധിച്ച് എസ് ആഡ് ചെയ്താൽ അത് ആ വെർബിൻ്റെ സിംഗുലർ ഫോമാണ്. വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് അതിൻ്റെ സിംഗുലർ ഫോം. ഒരു വെർബിൻ്റെ കൂടെ എസ് ഇല്ല, അത് ഇരിക്കുന്ന രൂപത്തിൽ തന്നെയാണെങ്കിൽ അതിനെ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നൗണുകളുടെ ഓപ്പോസിറ്റ്. നൗണുകളെ സംബന്ധിച്ച് കാറ് എന്നൊരു നൗൺ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാർ അത് പ്ലൂറലും അത് സിംഗുലറും, കാർസ് എന്നുള്ള വാക്ക് അത് പ്ലൂറലുമാണ്. നമുക്കറിയാം അല്ലേ, കാർ ഒരു കാറ്, കാർസ് ഒന്നിലധികം കാറുകൾ. അത് നൗണുകളെ സംബന്ധിച്ച് എസ് ആഡ് ചെയ്താൽ ആ നൗൺ പ്ലൂറലാകും. പക്ഷെ വെർബിനെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ് റൂള്. ഒരു വെർബ് എങ്ങനെയാണോ ഇരിക്കുന്നത്, സേ, വോക്ക്, ജമ്പ്, റൺ, അതെല്ലാം പ്ലൂറൽ ഫോമിലാണ്. അതിൻ്റെ കൂടെ എസ് ആഡ് ചെയ്താൽ ദാറ്റ് ബിക്കം സിംഗുലർ, വിച്ച് മീൻസ് സേസ് സിംഗുലർ, വോക്സ് സിംഗുലർ, റൺസ് സിംഗുലർ, സിങ്സ് സിംഗുലർ. അപ്പം വെർബിന് അർത്ഥത്തിൽ വ്യത്യാസമില്ല. വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്താൽ എസ് ഫോർ സിംഗുലർ ആണ്. വെർബുകളുടെ കൂടെ എസ് ആഡ് ചെയ്താൽ ദാറ്റ് ബിക്കം സിംഗുലർ ഫോം. എന്തിനാണ്? ബിക്കോസ് ഇംഗ്ലീഷിലൊരു നിയമമുണ്ട്, ദ സബ്ജക്റ്റ് ഷുഡ് എഗ്രി വിത്ത് ദ വെർബ് ഇൻ നമ്പർ ആൻഡ് ഫോം. അത് ഒരു സെപ്പറേറ്റ് ചാപ്റ്ററാണ്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സെഷനിൽ കാണും. അതിനെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് അഥവാ കൺകോഡ് എന്ന് വിളിക്കും. അപ്പോൾ ആ റൂൾ അവിടെയുണ്ട്. അപ്പോൾ ഇതിവിടെ പറഞ്ഞത് ഇത് ചിലയിടത്ത് യൂസ്ഫുൾ ആകും എന്നുള്ളത് കൊണ്ട് ജനറലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അസേർട്ടീവ് സെൻറ്റൻസസിൽ
അസേർട്ടീവ് സെൻറ്റൻസിൽ എങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചും ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഹീ സെയ്സ് ആണ് പറഞ്ഞത്. സെയ്സ് എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ പ്രസൻറ്റ് ടെൻസ്. ഹീ സെയ്സ്, ഹീ ആയതുകൊണ്ടാണ് സെയ്സ് വന്നത്. അവിടെ ദേ ആയിരുന്നെങ്കിൽ സേ വന്നതിന്, അവിടെ ഷീ ആണെങ്കിലും സെയ്സ് തന്നെ വരുന്നത്. അപ്പോൾ ഹീ സെയ്സ് എന്ത് പറഞ്ഞു? ഐ വർക്ക് ഹാർഡ്. അതിനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കി പറയുമ്പോൾ ഹീ സെയ്സ് ദാറ്റ്, കോമ ഡബിൾ ഇൻവേർട്ട് കോമ റിമൂവ് ചെയ്ത് ആ സ്ഥാനത്ത് നമ്മൾ ദാറ്റ് ഉപയോഗിക്കും. ഹീ സെയ്സ് ദാറ്റ്, അവനാണ് പറഞ്ഞത്. അവൻ എന്ത് പറഞ്ഞു? ഐ, ഞാനെന്ന് പറഞ്ഞെങ്കിൽ മറ്റൊരു വ്യക്തി വന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഐ മാറി ഹീ ആകും. അവൻ പറഞ്ഞു, അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ്. ഹീ സെയ്സ് ദാറ്റ് ഹീ വർക്ക്സ് ഹാർഡ്. ഹീ സെയ്സ് ദാറ്റ് ഹീ വർക്ക്സ് ഹാർഡ് എന്ന് മാറും. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ മാറിയത്? ഇതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഇൻഡയറക്റ്റ് ഫോം. എങ്ങനെയാണ് ഇത് കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോമിൽ എഴുതുക? അതിൻ്റെ റൂൾസ് നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ റൂൾസ് ഫോർ കൺവേർട്ടിംഗ് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ഇൻ ആൻ അസേർട്ടീവ് സെൻറ്റൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇതിൽ പഠിക്കുന്ന മെജോറിറ്റി റൂൾസും എല്ലാ റൂൾസും അല്ല, മെജോറിറ്റി റൂൾസും മറ്റ് ഡിഫറെൻറ്റ് സെൻറ്റൻസിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ റൂൾസ് ഫോർ കൺവേർട്ടിംഗ് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഒന്നാമത്തെ റൂള് കോമയും ഇൻവേർട്ട് കോമയും എടുത്ത് ദൂരത്ത് കളയുക. അതിന് പകരം ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ അവിടെ ഉപയോഗിക്കുക. ദാറ്റ് എന്ന് പറഞ്ഞൊരു കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ മീൻസ് എ ജോയിനിങ് വേർഡ്. രണ്ട് സെൻറ്റൻസുകളെയോ രണ്ട് ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയോ രണ്ട് വാക്കുകളെയോ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻ പറയുന്നത്. ഉദാഹരണം ആൻഡ്, ബട്ട് ഒക്കെ. അതേ കണക്ക് മറ്റൊരു കൺജങ്ഷൻ ആണ് ദാറ്റ്. ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ ഇട്ടാണ് ആ ഹീ സെയ്സ് അല്ലെങ്കിൽ ഹീ സെഡ് എന്നുള്ള പാർട്ടിനെയും ഇൻവേർട്ടഡ് കോമയ്ക്കകത്തുള്ള പാർട്ടിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കോമ ഇൻവേർട്ട് കോമ എടുത്ത് ദൂരത്ത് കളയുക, ദാറ്റ് ഉപയോഗിക്കുക. അതാണ് ഒന്നാമത്തെ റൂള്. ഓക്കെ, ഒന്നാമത്തെ റൂള് എല്ലാത്തിനും കോമൺ ആണ്. രണ്ടാമത്തെ റൂള് ദ പ്രൊണൗൺസ് ചേഞ്ച്. പ്രൊണൗൺസ് ചേഞ്ച് ചെയ്യുന്നതിനൊരു ഓർഡർ ഉണ്ട്, ഈസിയാണ്. ആൻഡ് ദാറ്റ് ഓർഡർ ഈസ് 2 1 3. ആൻഡ് ദാറ്റ് ഓർഡർ ഈസ് 2 1 3. സെക്കൻഡ് പേഴ്സൺ ബിക്കംസ് ഫസ്റ്റ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ ബിക്കംസ് തേർഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ഉള്ള വാക്കുകൾ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറും, ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള വാക്കുകൾ തേർഡ് പേഴ്സൺ ആയി മാറും. ഇതിങ്ങനെ കാണാൻ പഠിച്ച് വെച്ചോളൂ. ഇനി അത് കാണാൻ പഠിച്ച് വെച്ചില്ലെങ്കിലും അർത്ഥം ഉപയോഗിച്ച് നിങ്ങൾ മാറ്റുമ്പോഴും ഇതിങ്ങനെ തന്നെ വരും. ഷോർട്ട് കട്ട് ഇത് കാണാൻ പഠിച്ച് വെക്കുക, 2 1 3. ഷോർട്ട് കട്ട് ഈസ് 2 1 3. എന്താണ്? സെക്കൻഡ് പേഴ്സൺ ഒരു സെൻറ്റൻസിൽ ഇൻവേർട്ടഡ് കോമയിലെ ഡയറക്റ്റ് സ്പീച്ചിൽ തന്നാൽ നിങ്ങളത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുമ്പോൾ, ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പോകുമ്പോൾ ആ സെക്കൻഡ് പേഴ്സൺ എന്നുള്ള പ്രോണൗൺ ഫസ്റ്റ് പേഴ്സണായി മാറും. ഇനി സപ്പോസ് ഫസ്റ്റ് പേഴ്സൺ ആണ് നിങ്ങളുടെ ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ളെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആകും. ഇപ്പോൾ സപ്പോസ് തേർഡ് പേഴ്സൺ ആണ് തരുന്നതെങ്കിലോ നോ ചേഞ്ച്. തേർഡ് പേഴ്സണിൽ തരുന്ന ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ നമുക്ക് ഒന്നുമായി മാറ്റാൻ പറ്റില്ല. അത് തേർഡ് പേഴ്സണിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ, അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒന്നുകൂടെ ഒന്ന് വൈൻഡപ്പ് ചെയ്തോ ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ എം വിയും ഞാനും നമ്മളും. സെക്കൻഡ് പേഴ്സൺ നീയും നിങ്ങളും, യുവും കേട്ടുകൊണ്ടിരിക്കുന്നവർ. ഫസ്റ്റ് പേഴ്സൺ സ്പീക്കർ ആണെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ലിസണറാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ. തേർഡ് പേഴ്സൺ അവിടെ ഇല്ലാത്ത ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി, അത് ഹിയോ ഷിയോ ഇട്ടോ ദയോ ആകാം. അപ്പം മറക്കരുത്, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് സ്പീക്കർ ആയിരിക്കും. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ സ്പീക്കർ അല്ലെങ്കിൽ നറേറ്റർ ആയിരിക്കും. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്ന ആൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും, ലിസണർ ആയിരിക്കും. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എബൌട്ട് ഹൂം വി ആർ ടോക്കിംഗ്. തേർഡ് പേഴ്സൺ ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതാണ് തേർഡ് പേഴ്സൺ.